ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മാർക്കോ വിജയകരമായി പ്രദർശനം തുടങ്ങിയിട്ട് 16 നാളുകൾ പിന്നിടുകയാണ്. ഇന്ത്യക്കകത്തും പുറത്തും കൊടും തീയായി തന്നെ സിനിമ മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ കുഞ്ഞൻ ചിത്രം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമകളുടെ പട്ടികയിലേക്ക് കയറുന്നു. പ്രത്യേകിച്ച് അഭിപ്രായത്തിൻ്റെ കാര്യത്തിലും ഒപ്പം വയലൻസിൻ്റെ കാര്യത്തിലും സിനിമ അങ്ങനെ തന്നെ നിൽക്കുന്നുവെന്ന് പറയാം. സിനിമയുടെ 16 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം 50,000 സബ്സ്ക്രൈബേഴ്സ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. 582 ഷോകളാണ് ഇന്ന് ഇതുവരെ കേരളത്തിൽ നിന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 23,000-ന് മുകളിലുള്ള ആളുകൾ ഇതുവരെ സിനിമ ബുക്ക് ചെയ്തതായിട്ട് ട്രാക്കേഴ്സ് പറയുന്നു. 16% ഒക്യുപ്പൻസി. ഇതുവരെ ലഭ്യമായത് 37 ലക്ഷത്തോളം രൂപയാണ് ട്രാക്കിംഗ് മുഖാന്തരമായി വന്നിരിക്കുന്നത്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ഒരു വർധനവെന്ന് തന്നെ പറയാം. ഏകദേശം 16%-നടുത്തുള്ള വർധനവ്. ഇന്നലെ ഇതേ സമയം 32 ലക്ഷം രൂപ മാത്രമാണ് വന്നിരുന്നത്. ഇന്നലെ വലിയ ഇടിവുണ്ടായിരുന്ന ഒരു ദിവസം തന്നെയായിരുന്നു. 65 ലക്ഷം രൂപയോളമായിരുന്നു സിനിമയുടെ ഇന്നലത്തെ കളക്ഷനെങ്കിൽ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ട്രാക്കേഴ്സ് പറയുന്നു 46 ലക്ഷം രൂപയോളം വരും. അതായത് ഇന്ന് 69, 72 ആ റേഞ്ചിലായിരിക്കും സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ പോകുന്നത്. ഇതിനോടകം തന്നെ ട്രാക്കേഴ്സ് മുഖാന്തരം 31 ലക്ഷം രൂപയാണ് ഇതുവരെ ട്രാക്കിംഗ് മുഖാന്തരമായിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ. നമ്മൾ സാധാരണ ഒരുപാട് സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഒരു 35 കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ 45 കോടിയാണ് സിനിമയുടെ ഫൈനലായിട്ട് കേരള ട്രാക്കേഴ്സ് പറയുന്നതിൽ നിന്ന് സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അണിയറ പ്രവർത്തകർ എന്ന് ഒരിക്കലും പറയില്ല, എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറയുന്നതും. അപ്പോൾ 31 കോടി 71 ആണെങ്കിൽ സിനിമ 42 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു കേരള കളക്ഷൻ എന്നുള്ളതാണ്. ട്രാക്കേഴ്സ് പറയുന്നു 39 കോടി 50 ലക്ഷം രൂപയിലെത്തി എന്നുള്ളതാണ്. നമ്മുടെ കണക്കാണ് നമ്മൾ പറഞ്ഞ 42 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളത്. ഉണ്ണിമുകുന്ദൻ എൻ്റെ അമ്മാവൻ്റെ മകനായതുകൊണ്ടൊന്നുമല്ല നമ്മൾ ഈ കളക്ഷൻ പറയുന്നത്. സാധാരണ എല്ലാ സിനിമയുടെയും കളക്ഷൻ ഇങ്ങനെ തന്നെ വരുന്നത് കൊണ്ട് തന്നെയാണ് പറയുന്നതും. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ പ്രതീക്ഷിക്കുന്നു 20 കോടിയോളം. ഇന്നത്തെ ദിവസമല്ല, ഇതുവരെയുള്ള 16 ദിവസത്തെ കളക്ഷൻ 20 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ള. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ മികച്ച പ്രകടനത്തോടെ തന്നെ തെലുങ്ക്, ഹിന്ദി, തമിഴ് പതിപ്പുകൾ കുതിച്ചുയരുമ്പോൾ സിനിമയ്ക്ക് വലിയ ഒരു കുതിപ്പ് തന്നെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കളക്ഷനോടെ അല്ലെങ്കിൽ ഇന്ന് ലക്ഷ്യം വെക്കുന്നത് 20 കോടി എന്നുള്ള ആ ഒരു ടാർഗറ്റിലേക്കാണ്. വരുന്ന മണിക്കൂറുകളിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരും. തെലുങ്ക് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 1 കോടിക്ക് മുകളിലാണ്. അതേപോലെ ഹിന്ദി 1 കോടി 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇന്നത്തെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. തമിഴിൽ അത്ര വലിയ തരംഗമായിട്ടില്ലെങ്കിലും സ്റ്റഡി ആയിട്ട് കളക്ഷൻ പോകുന്നു. ഇന്ന് 30 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും കളക്ഷൻ എന്നുള്ളതാണ്. എന്താണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും സ്ക്രീൻ കൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ കൂട്ടുന്നുണ്ട്. എന്നിരുന്നാലും കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു റേഞ്ചിലേക്ക് എത്തുന്നില്ല എന്ന് എല്ലാവരുടെയും പരാതി പോലെ നമുക്കും ഉണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്നിരുന്നാലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ കളക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇതിനോടകം തന്നെ ട്രാക്കേഴ്സ് പറയുന്ന കണക്കുകൾ പ്രകാരം സിനിമ 83 കോടി എത്തി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏറെക്കുറെ നമുക്ക് പറയാം സിനിമ 88, 89 കോടിക്ക് മുകളിലേക്ക് ഉറപ്പായും എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്താണേലും ഒരു വലിയ വിജയത്തിലേക്ക് നടക്കുകയാണ് സിനിമ. 100 കോടിയിലേക്ക് ടച്ച് ചെയ്യാനായിട്ട് പോകുന്നു. വലിയ വലിയ റിലീസുകളും കാര്യങ്ങളുമായി വീണ്ടും പോകുന്നു. GCC റിപ്പോർട്ടുകൾ ഇതുവരെ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അങ്ങനെയുള്ള മാറ്റേഴ്സ് എല്ലാം കിടക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് മലയാളത്തിലെ മറ്റൊരു 100 കോടി അതിനു മുകളിലേക്ക് സിനിമ ആഞ്ഞു കയറിക്കോളും എന്നുള്ളതും പ്രതീക്ഷിക്കാം. നല്ല ഒരു സിനിമ, മലയാളത്തിൻ്റെ യശസ് ഉയർത്തിയ സിനിമ എന്ന് തന്നെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.